നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തക പഠനം എന്ന ഒരു പരമ്പര ഇവിടെ ആരംഭിക്കുകയാണ്. ഇൻട്രൊഡക്ഷൻ ടു ദ ബുക്ക് ഓഫ് റെവലേഷൻ അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിന് ഒരു ആമുഖം എന്ന പേരിൽ 6 വീഡിയോകൾ കുറച്ചു കാലം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ പരമ്പര. വെളിപ്പാട് പുസ്തകം ബൈബിളിലെ അവസാനത്തെ പുസ്തകമാണ്. വായിച്ച് അർത്ഥം ഗ്രഹിക്കുവാൻ അത്ര എളുപ്പമല്ലാത്ത ഒരു ആഖ്യാന രീതിയാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. അതുകൊണ്ട് ചിലർ ഈ പുസ്തകം വായിക്കാറില്ല. ഗ്രഹിക്കുവാൻ കഴിയാത്തൊരു പുസ്തകം വായിച്ചിട്ട് എന്ത് ചെയ്യാൻ എന്നവർ ചിന്തിക്കും. ഇനി വായിച്ചാൽ തന്നെ അത് പഠിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ചുരുക്കമാണ്. കാരണം അത് ഗ്രഹിക്കുവാൻ കഴിയുകയില്ല എന്നൊരു മുൻവിധി അവർക്കുണ്ട്. എങ്കിലും വെളിപ്പാട് പുസ്തകം വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പുസ്തകമാണെന്നാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന സൂചന. പ്രാരംഭ വാക്യങ്ങളിൽ ഒന്നായ 1:3 പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കാം. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ദൈവാത്മാവ് പറയുന്നു, ഈ പ്രവചന പുസ്തകത്തെ വായിക്കുകയും കേൾക്കുകയും അതിലെഴുതിയിരിക്കുന്ന വചനങ്ങൾ പ്രമാണിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണെന്ന്. അതായത് നാം ഈ പ്രവചന പുസ്തകം വായിക്കുകയും കേൾക്കുകയും അതിലെഴുതിയിരിക്കുന്ന വചനങ്ങൾ പ്രമാണിക്കുകയും ചെയ്ത് ഭാഗ്യവാന്മാരാകണം, അഥവാ അനുഗ്രഹീതരായിട്ട് തീരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വായിച്ച് അർത്ഥം ഗ്രഹിക്കുവാനാകാത്ത ഒരു പുസ്തകം തന്നിട്ട് അത് വായിക്കുകയും കേൾക്കുകയും എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പ്രമാണിക്കുകയും ചെയ്യുവാൻ ദൈവം കൽപ്പിക്കുന്നുവെങ്കിൽ, പ്രോത്സാഹിപ്പിക്കുന്നു എങ്കിൽ അതൊരു ന്യായമായ കാര്യമാണോ? അല്ല. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം തീർച്ചയായിട്ടും വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പുസ്തകം തന്നെയാണ്. ദൈവം അന്യായം ചെയ്യുന്നവനല്ല. അതുകൊണ്ട് നമുക്കത് വായിക്കാം, പഠിക്കാം, അനുഗ്രഹീതരായിട്ട് തീരാം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം എന്നതിനുള്ള സൂചന 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങളെ നാം മനസ്സിലാക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നതിനുള്ള തെളിവാണ് അത്. ആകയാൽ അതിലെ വചനങ്ങളുടെ അർത്ഥം ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന തത്വങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് ഗ്രഹിച്ച് അനുസരിച്ച് നമുക്ക് അനുഗ്രഹീതരായിട്ട് തീരാം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം എന്നതിനുള്ള സൂചന 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങളെ നാം മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നതിനുള്ള തെളിവാണ് അത്. ആകയാൽ അതിലെ വചനങ്ങളുടെ അർത്ഥം ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന തത്വങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് ഗ്രഹിച്ച് അനുസരിച്ച് നമുക്ക് ഭാഗ്യവാന്മാരായി തീരാം, അനുഗ്രഹീതരായിട്ട് തീരാം. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. ഇതാണ് 1-ാം വാക്യത്തിൻ്റെ വായന. അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ പുസ്തകത്തിന് ഒരു പേര് കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ശീർഷകം കൊടുത്തിരിക്കുകയാണ്. 1-ാം വാക്യത്തിൻ്റെ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്നാണ്. ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ്. അത് വളരെ സംക്ഷിപ്തമായി പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് നമ്മോട് പറയുന്നു. മൂലഭാഷയിൽ വായിക്കുമ്പോൾ ആദ്യം കാണുന്ന പദം അപ്പോകാലിപ്സിസ് എന്നതാണ്. അതിനെ ആണ് വെളിപ്പാട് എന്ന് തർജ്ജമ ചെയ്യും. മറ നീക്കിയിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. കാലിപ്റ്റോ എന്ന ക്രിയയ്ക്ക് മൂടി വയ്ക്കുക, മറച്ചു വയ്ക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇംഗ്ലീഷിൽ ടു കവർ അപ്പ് എന്ന് പറയും. അപ്പോകാലിപ്റ്റോ എന്ന ക്രിയയ്ക്ക് മൂടി മാറ്റുക, മറ നീക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇംഗ്ലീഷിൽ ടു ടേക്ക് ഓഫ് ദ കവർ, ദാറ്റ് ഈസ് ഡിസ്ക്ലോസ് ഓർ റിവീൽ എന്നൊക്കെ അർത്ഥം വരും. ആർക്കെഴുതി എന്നുള്ളതാണ് ഇനി ചിന്തിക്കുവാൻ പോകുന്നത്. പുസ്തകത്തിന് നൽകിയിരിക്കുന്ന പേര് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്നാണ്. അതുകൊണ്ട് ഈ വെളിപ്പാട് യേശുക്രിസ്തുവിൻ്റേതാണ്. യേശുക്രിസ്തുവാണ് ഇത് എഴുതുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ കർത്താവ് എന്ന് നമുക്ക് പറയാം. ഏത് നിലയിലാണ് ഈ വെളിപ്പാട് തൻ്റേതായിരിക്കുന്നത് എന്ന് തുടർന്ന് പറയുന്നുണ്ട്. ദൈവം അത് അവന് കൊടുത്തു, വിച്ച് ഗോഡ് ഗേവ് ഹിം. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിലെ വചനങ്ങൾ ദൈവവചനം തന്നെയാണ് എന്ന അറിയിപ്പ് നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൂടാതെ അവൻ ദൈവത്തിൻ്റെ വചനത്തെയും അവൻ കണ്ട യേശുവിൻ്റെ സാക്ഷ്യം എല്ലാറ്റിനെയും സാക്ഷീകരിച്ചു എന്നാണ് 2-ാം വാക്യം യോഹന്നാനെ കുറിച്ച് പറയുന്നത്. അപ്രകാരം വെളിപ്പാട് പുസ്തകം
അതിനെക്കുറിച്ച് തന്നെ വീണ്ടും നൽകുന്ന സാക്ഷ്യം അത് ദൈവവചനമാകുന്നു എന്നാണ്. ദൈവം അതിനെ യേശുക്രിസ്തുവിന് നൽകിയിട്ട് അവിടുന്ന് അവയെ സാക്ഷിച്ചു. ഈ കാരണത്താൽ അത് യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യമാകുന്നു. അവിടുന്ന് വിശ്വസ്ത സാക്ഷി ആകുന്നുവല്ലോ. ഒടുവിൽ യോഹന്നാനും താൻ കണ്ടതും കേട്ടതുമായ വചനങ്ങളുടെ സാക്ഷിയായി. എന്തിനു വേണ്ടിയായിരുന്നു ദൈവം അത് നൽകിയത്? വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന്. ടു ഷോ ഹിസ് സെർവൻസ് തിങ്സ് വിച്ച് മസ്റ്റ് ഷോർട്ട്ലി ടേക്ക് പ്ലേസ്. അതായത് വേഗത്തിൽ സംഭവിക്കുവാൻ ആവശ്യമായ കാര്യങ്ങളെ തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് ദൈവം അത് അവന് കൊടുത്തു. തുടർന്ന് താൻ എന്തു ചെയ്തു? യേശുക്രിസ്തു എന്തു ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നു. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട അർത്ഥവ്യാപ്തിയുള്ള ചില വാക്കുകളുണ്ട്. ഒന്ന്, വേഗത്തിൽ സംഭവിപ്പാനുള്ളത് എന്ന വാക്കുകളാണ്. ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് വെളിപ്പാടിലെ വിഷയം മുഖ്യമായിട്ടും വേഗത്തിൽ സംഭവിപ്പാനുള്ളത് അഥവാ വേഗത്തിൽ സംഭവിക്കുവാൻ ആവശ്യമായ കാര്യങ്ങളായിരുന്നു എന്നാണ്. ഒരു കാര്യമല്ല, പല കാര്യങ്ങൾ സംഭവിക്കുവാൻ ആവശ്യമായിരുന്നു. തിങ്സ് വിച്ച് മസ്റ്റ് ഷോർട്ട്ലി ടേക്ക് പ്ലേസ് എന്നാണ് ഇംഗ്ലീഷിൽ എന്നത്. ശ്രദ്ധിക്കുക, തിങ്സ് എന്നത് പ്ലൂറലാണ്. ഇന്ന് വേദപഠിതാക്കളിൽ അനേകർ വിശ്വസിക്കുന്നത് വെളിപ്പാടിലെ പ്രവചനങ്ങൾ ഭാവിയിൽ നിറവേറുവാനിരിക്കുന്നതേയുള്ളൂ എന്നാണ്. ഈ ചിന്താഗതിയെയാണ് ഫ്യൂച്ചറിസം എന്ന് പറയുന്നത്. വെളിപ്പാടിലെ പ്രവചനങ്ങൾ വന്നിട്ട് ഏകദേശം 1950 വർഷങ്ങളായി. എന്നിട്ടും വേഗത്തിൽ സംഭവിപ്പാനുള്ളത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ പ്രവചനങ്ങൾ ഇനിയും നിറവേറിയിട്ടില്ല എന്നാണ് അവർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അതിലൊരു വൈരുദ്ധ്യം കാണുവാൻ ആർക്കും കഴിയും. കൃത്യമായി പരിഭാഷ ചെയ്താൽ വേഗത്തിൽ സംഭവിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ, തിങ്സ് വിച്ച് മസ്റ്റ് ഷോർട്ട്ലി ടേക്ക് പ്ലേസ് എന്നാണ് ദൈവാത്മാവ് പറയുന്നത്. എന്നിട്ട് നമ്മിൽ ചിലർ പറയുന്നു സംഭവിച്ചിട്ടില്ല, സംഭവിക്കുവാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന്. അതെങ്ങനെ ശരിയാകും? ദൈവാത്മാവ് പറഞ്ഞത് കള്ളമായിരുന്നുവോ? അങ്ങനെ ആയിരുന്നു എന്നാണോ അവർ പറയുന്നത്? ഒരിക്കലും അങ്ങനെ ആകെയില്ല. ആകയാൽ നാം മനസ്സിലാക്കി ഇരിക്കുന്നതിലായിരിക്കണം തെറ്റ് സംഭവിച്ചിട്ടുള്ളത് എന്നത് ഉറപ്പാണ്. വേഗത്തിൽ സംഭവിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ എന്ന വിവരം ആദ്യത്തെ അധ്യായത്തിൽ അവസാനത്തെ അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. 1:1 പറഞ്ഞിരിക്കുന്നു, വേഗത്തിൽ സംഭവിക്കുവാൻ ആവശ്യമായ കാര്യങ്ങളെ തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കുവാൻ ദൈവം അത് അവന് കൊടുത്തു എന്ന്. 22:6 പറഞ്ഞിരിക്കുന്നു, വേഗത്തിൽ സംഭവിക്കുവാൻ ആവശ്യമായ കാര്യങ്ങളെ തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കുവാൻ പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ അയച്ചിരിക്കുന്നു. പുസ്തകത്തിന്റെ ആരംഭത്തിലും അവസാനത്തിലും 1-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിലും ദൈവാത്മാവ് അറിയിക്കുകയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ വേഗത്തിൽ സംഭവിക്കുവാൻ ആവശ്യമായ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ എങ്ങനെ അതിനെ അവഗണിക്കും ആ അറിയിപ്പിന്? ഈ വചനങ്ങളെ മുൻവിധികളില്ലാതെ വായിച്ചാൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ എത്രയും വേഗത്തിൽ സംഭവിക്കുവാൻ ആവശ്യമായ കാര്യങ്ങളായിരുന്നു എന്നേ മനസ്സിലാക്കുകയുള്ളൂ. കാരണം വേഗത്തിൽ എന്ന പദത്തിന് സ്വാഭാവികമായിരിക്കുന്ന ഒരർത്ഥമുണ്ട്. ആ അർത്ഥത്തിലാണ് ഈ പദം ഈ 2 വചനങ്ങളിലും പ്രയോഗിച്ചിട്ടുള്ളത്. പ്രവചിച്ച് പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ താമസിയാതെ സംഭവിക്കും എന്നാണ് ആ പദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. വിദൂര ഭാവിയിൽ സംഭവിക്കുമെന്ന് അല്ല. ഈ 2 വചനങ്ങളിലെയും വേഗത്തിൽ എന്ന പദം എൻ ടാക്കേയി എന്നീ ഗ്രീക്ക് പദങ്ങളുടെ തർജ്ജമയാണ്. ടാക്കോസ് എന്ന നാമത്തിന്റെ വിഭക്ത രൂപമാണ് എൻ ടാക്കേയി എന്നത്. ടാക്കോസ് എന്ന പദത്തിന് ചുരുങ്ങിയ സമയദൈർഘ്യം എ ബ്രീഫ് സ്പേസ് ഓഫ് ടൈം എന്നാണ് അർത്ഥം. എൻ ടാക്കേയി എന്ന വിഭക്ത രൂപത്തിൽ അതിൻ്റെ അർത്ഥം ചുരുങ്ങിയ സമയദൈർഘ്യത്തിനുള്ളിൽ, ഇൻ എ ബ്രീഫ് സ്പേസ് ഓഫ് ടൈം എന്നാകും. ഇൻ ഹേസ്റ്റ്, ക്വിക്ക്ലി, സ്പീഡിലി, ഷോർട്ട്ലി, സൂൺ എന്നൊക്കെ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തു പോരുന്നു. KJV, NKJV, ജയൻ ഡാർബി, ASV എന്നീ തർജ്ജമകൾ ഷോർട്ട്ലി എന്നും യങ്, ക്വിക്ക്ലി എന്നും RSV വേൾഡ് ഇംഗ്ലീഷ് ബൈബിൾ എന്നിവ സൂൺ എന്നും തർജ്ജമ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പുതിയ നിയമത്തിൽ 2 എൻ ടാക്കേയി എന്ന പദപ്രയോഗമുണ്ട്. അവ ഏതർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു എന്ന് പരിശോധിക്കുന്നത് ഈ പദം കൊണ്ട് എത്ര വേഗത്തിൽ കാര്യങ്ങൾ സംഭവിക്കും എന്നാണ് വെളിപ്പാടിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സഹായകരമാകും. അപ്പോസ്തല പ്രവൃത്തി 25:4 ആദ്യത്തെ വചനം. അതിന്
ഫെസ്തോസ് പൗലോസിനെ കൈസരിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഞാൻ വേഗം എൻ ടാക്കേയി എന്നാണ് അവിടെ വേഗം എന്നുള്ളതിന് വിളിച്ചത്. ഞാൻ വേഗം അവിടേക്ക് പോകുന്നുണ്ട്. ഫെസ്തോസ് കൈസരിയിലെ അധിപതിയായിരുന്നു. അവിടെ നിന്ന് യെരുശലേമിലേക്ക് വന്ന ഫെസ്തോസ് താൻ എത്രയും വേഗം കൈസരിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എത്ര വേഗത്തിൽ തൻ്റെ മടക്ക യാത്ര ഉണ്ടാകുമായിരുന്നു? ചില ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ഉള്ളിൽ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടോ സഹസ്രാബ്ദം കഴിഞ്ഞിട്ടോ അങ്ങനെയൊന്നും പറയില്ലല്ലോ. റോമർ 16:20 സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ, ഇവിടെയും എൻ ടാക്കേയാണ്. വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. റോമിലെ സഭയിൽ സാത്താൻ ഉണ്ടാക്കി വെച്ച ചില പ്രശ്നങ്ങളെ ദൈവം എത്രയും വേഗത്തിൽ തീർത്തു തരും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എത്ര വേഗത്തിൽ ഇത് സംഭവിക്കുമായിരുന്നു? ചില ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ, ഏറിപ്പോയാൽ ചുരുങ്ങിയ ചില വർഷങ്ങൾക്കോ ഉള്ളിൽ. ആകയാൽ വെളിപ്പാട് 1:1, 22:6 എന്നീ വചനങ്ങൾ അതിലെ പ്രവചനങ്ങൾ നിറവേറേണ്ടുന്ന സമയം സംബന്ധിച്ച് എന്താണ് പറയുന്നത്? ആ പ്രവചനങ്ങൾ ചില മാസങ്ങൾക്കോ ഏറിപ്പോയാൽ ചുരുങ്ങിയ ചില വർഷങ്ങൾക്കോ ഉള്ളിൽ സംഭവിക്കും എന്ന് തന്നെയാണ്. അല്ലാതെ നൂറ്റാണ്ടുകൾക്കോ സഹസ്രാബ്ദങ്ങൾക്കോ അപ്പുറത്ത് സംഭവിക്കും എന്ന് അല്ല. ഇനി ടാക്കോസ് എന്ന നാമത്തിന്റെ മറ്റ് വിഭക്ത രൂപങ്ങൾ പ്രയോഗിച്ചിരിക്കുന്ന വചനങ്ങൾ പരിശോധിക്കാം. 1 കൊരിന്ത്യർ 4:19 കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം, വേഗം എന്നത് ഇവിടെ ടാർക്കെയോസ് എന്ന രൂപത്തിലാണ്. ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല, ശക്തി തന്നെ കണ്ടറിയും. ഇത് എത്ര വേഗത്തിൽ സംഭവിക്കണമെന്നായിരുന്നു പൗലോസ് ആഗ്രഹിച്ചത്? എത്രയും വേഗം, ചില ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ഉള്ളിൽ. ഇനി ഫിലിപ്പിയർ 2:19 നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം നണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ, ടാക്കേയോസ്, അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. തിമോത്തിയോസിനെ എത്ര വേഗത്തിൽ അയക്കണം എന്നാണ് താൻ ആശിച്ചത്? എത്രയും വേഗം, ചില ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ഉള്ളിൽ. ഇനി ഫിലിപ്പിയർ 2:24 ഞാനും വേഗം വരും എന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. എത്ര വേഗം ഫിലിപ്പിയിലേക്ക് പോകണം എന്നായിരുന്നു പൗലോസ് ആശിച്ചത്? ചില മാസങ്ങൾക്കോ ഏറിപ്പോയാൽ ചുരുങ്ങിയ ചില വർഷങ്ങൾക്കോ ഉള്ളിൽ. 1 തിമോത്തി 3:14 ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു. എത്ര വേഗമായിരുന്നു പൗലോസ് ആശിച്ചത്? ചില ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ഉള്ളിൽ. 2 തിമോത്തി 4:9 വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കാം. എത്ര വേഗത്തിൽ? എത്രയും വേഗത്തിൽ, ചില ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ഉള്ളിൽ. 2 പത്രോസ് 1:13 എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു. തൻ്റെ മരണം എത്ര സമീപമായിരുന്നു? ചില ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ഏറിപ്പോയാൽ ചുരുങ്ങിയ ചില വർഷങ്ങൾക്കോ ഉള്ളിൽ. ആകയാൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ ചില മാസങ്ങൾക്കോ ഏറിപ്പോയാൽ ചുരുങ്ങിയ ചില വർഷങ്ങൾക്കോ ഉള്ളിൽ സംഭവിക്കും എന്നാണ് 1:1, 22:6 എന്നീ വാക്യങ്ങൾ പറയുന്നത്. അല്ലാതെ നൂറ്റാണ്ടുകൾക്കോ 1000 ആണ്ടുകൾക്കോ അപ്പുറത്ത് സംഭവിക്കും എന്നല്ല. തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കുവാൻ ദൈവം അത് അവന് കൊടുത്തു എന്നാണ് 1:1 പറഞ്ഞിരിക്കുന്നത്. വേഗത്തിൽ സംഭവിക്കുവാൻ ആവശ്യമായ കാര്യങ്ങളെ തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കുവാൻ എന്നാണ് 22:6 പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആർക്കാണ് അത് അറിയിച്ചു കൊടുത്തത്? 7 സഭയിലെ വിശ്വാസികൾക്ക്, എഫെസോസ് മുതലായ. ആകയാൽ ഈ ദർശനത്തിലെ വചനങ്ങളെല്ലാം പ്രാഥമികമായിട്ട് അവർക്കുള്ളത് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവയിൽ ബഹുഭൂരിപക്ഷവും സമീപ ഭാവിയിൽ നിറവേറേണ്ടവ ആയിരുന്നു. ആ സംഭവങ്ങളെ പ്രതി ഒരുങ്ങുവാനാണ് ഈ വചനങ്ങൾ അവർക്ക് എഴുതിയത്. അതെന്താണ് വരുവാനിരുന്നത് എന്ന് വിശദമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ വിവരിക്കുന്നതാണ്. 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം പറയുന്നത് അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ചു, തൻ്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു എന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു തനിക്ക് ലഭിച്ച വചനങ്ങളെ മുഖാന്തരം എങ്ങനെ അറിയിച്ചു എന്നാണ്. യേശു ക്രിസ്തു അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ചു, തൻ്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു എന്നാണ് വചനം. തൻ്റെ ദൂതനെയാണ് താൻ അയച്ചത്. ആകയാൽ തനിക്ക് കീഴിൽ, യേശു ക്രിസ്തുവിന് കീഴിൽ ദൂതന്മാരുണ്ട് എന്ന സത്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു. പത്രോസ് തൻ്റെ 1-ാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സ്മരണീയമാണ്. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടും ഇരിക്കുന്നു. 1 പത്രോസ് 3-ാം അധികാരങ്ങളും ശക്തികളും യേശു ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നുവെങ്കിൽ താൻ സ്വർഗത്തിൽ രാജാവായിരിക്കുന്നു എന്നാണ് അർത്ഥം. വെളിപ്പാട് 1:5
താൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണെന്നും പറഞ്ഞിരിക്കുന്നു. ആകയാൽ താൻ ഭൂമിയിലും രാജാവായി വാഴുന്നു. ഇതുകൊണ്ടാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞത്. അങ്ങനെ സ്വർഗത്തിലും ഭൂമിയിലും വാഴുന്ന തൻ്റെ കീഴിൽ തനിക്ക് ദൂതന്മാരുണ്ട്. ഒന്നോ രണ്ടോ അല്ല, സകല ദൂതന്മാരും തൻ്റെ സേവകരാണ്. ദൈവത്തിൻ്റെ സകല ദൂതന്മാർ അവനെ നമസ്കരിക്കട്ടെ എന്ന് എബ്രായ ലേഖനം 1 എഴുതിയിരിക്കുന്ന പ്രകാരം അവർ അവനെ നമസ്കരിക്കുന്നു, സേവിക്കുന്നു. ആ ദൂതന്മാരിൽ ഒരുവനാണ് വന്ന് തൻ്റെ സന്ദേശം യോഹന്നാനെ അറിയിച്ചത്. തൻ്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു എന്നാണ് സത്യവേദ പുസ്തക ഭാഷ്യം. ഇംഗ്ലീഷിൽ and he sent and signified it by his angel to his servant John എന്നാണുള്ളത്. പ്രദർശിപ്പിച്ചു എന്ന പദത്തിന് പകരം സിഗ്നിഫൈഡ് എന്നാണ്. അതാണ് ദ മോസ്റ്റ് ആക്യുറേറ്റ് ട്രാൻസ്ലേഷൻ, അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായ തർജ്ജമ എന്ന് പറയുന്നത്. പ്രദർശിപ്പിച്ചു എന്ന പദം എസേമൈനൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ തർജ്ജമയാണ്. ഈ പദം അടയാളം എന്നർത്ഥമുള്ള സേമിയോൻ എന്ന നാമത്തിന്റെ ഭൂതകാലത്തിലുള്ള ക്രിയാരൂപമാണ്. ഇതിന് അടയാളങ്ങൾ അഥവാ പ്രതീകങ്ങൾ, സയൻസ്, SIGNS, സയൻസ് എന്നൊക്കെ അർത്ഥമുണ്ട്. അതായത് എസേമൈനൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അടയാളങ്ങൾ അഥവാ പ്രതീകങ്ങൾ അഥവാ സയൻസ് ഉപയോഗിച്ച് ആശയവിനിമയം ചെയ്തു എന്നാണ്. ഇത്തരത്തിലുള്ള ഒരു ആശയവിനിമയ രീതി നേരിട്ടുള്ള ആശയവിനിമയ രീതിയല്ല, പരോക്ഷമായിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച ഉദാഹരണങ്ങളും വിശദാംശങ്ങളും അടുത്ത ക്ലാസ്സിൽ നൽകുന്നതാണ്. വെളിപ്പാട് പുസ്തകത്തിലെ ആശയവിനിമയ രീതി നാം ശരിയായിട്ട് ഗ്രഹിക്കാതെ അതിനെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ആകയാൽ അടുത്ത ക്ലാസ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ വിട. നമ്മുടെ ദൈവമായ കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ.